ഇതാ പ്രതിപക്ഷത്തിന് കരുത്ത് പകരാൻ അംഗക്കളത്തിലേക്ക് ഹേമന്ത് സോറന്റെ വരവ്. ED CBI കരുവാക്കി BJP എയ്ത അമ്പിൽ പൊലിഞ്ഞുപോയ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് കേസിലായിരുന്നു സോറൻ അറസ്റ്റിലായത്. ജനുവരി 29-ന് ഡൽഹിയിലെ ശാന്തികേതനിലെയും ജാർഖണ്ഡ് ഭവനിലെയും വസതികളിൽ ED നടത്തിയ റെയ്ഡ് തന്റെ പ്രതിച്ഛായ തകർക്കുവാൻ ഉദ്ദേശിച്ചായിരുന്നു എന്നാണ് ഹേമന്ത് സോറൻ ആരോപിച്ചിരുന്നത്. ഗോത്രവർഗക്കാരനായ തന്നെ ED ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതായും സോറൻ ആരോപിക്കുന്നുണ്ട്. ഹേമന്ത് സോറന്റെ പരാതിയിൽ ജനുവരി 31-ന് റാഞ്ചി പോലീസ് SC/ST നിയമത്തിലെ 3 PRSU പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ജനുവരി 31-നാണ് ഹേമന്ത് സോറന്റെ ED അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം ഹേമന്ത് സോറൻ സമർപ്പിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട റാഞ്ചി പോലീസ് EDക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പരാതിക്കെതിരെ ED ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. പിന്നാലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹേമന്ത് സോറന്റെയും കെജ്രിവാളിന്റെയും അറസ്റ്റ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായിരുന്നു. BJPക്കെതിരെ നിന്ന 2 പ്രധാനപ്പെട്ട ആളുകളെ വേട്ടയാടിക്കൊണ്ട് കേന്ദ്രത്തിന്റെ താണ്ഡവമായിരുന്നു ഇവ രണ്ടും. ആ താണ്ഡവം ജനമനസ്സുകളിൽ രോക്ഷം കൊള്ളിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ മുഖമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി. ഹേമന്ത് സോറൻ കൂടി അങ്കത്തട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രതിപക്ഷത്തെ ബലം കൂടുകയാണ്. ചെറുക്കാനും ശക്തി പകരാനും ഒരാൾ കൂടി ഇനി ഇന്ത്യ മുന്നണിക്കൊപ്പം.